ഹലോ, എല്ലാവർക്കും ഹൈ റേഞ്ച് കിച്ചൺ ചാനലിലേക്ക് നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു ഞണ്ട് ഫ്രൈ മസാല ചെയ്തു നോക്കാം. അതിനേക്കായിട്ട് ഒരു 1/2 kg ക്രാബാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ലപോലെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. കാണാൻ ഒരു ഭംഗിക്കായിട്ട് ഫുള്ളായിട്ട് തന്നെയാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. അതിനേക്കായിട്ട് ഒരു പാൻ ചൂടാക്കുക. നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമ്മളൊരു 3 സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള പാൻ തന്നെ എടുക്കണം. പാൻ കുറച്ച് വലിപ്പമുള്ളതാണെങ്കിൽ നമുക്ക് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. മാത്രമല്ല ഞാൻ ഫുൾ സൈസിൽ തന്നെ യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് ഫ്രൈ മസാലയായിട്ട് വരുമ്പം ഇത് തന്നെയാണ് കാണാനും നന്നായിട്ടുണ്ടാവുക. സോ അതുകൊണ്ട് ആ പാൻ നല്ലപോലെ ഒന്ന് ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യണം. താല്പര്യമുള്ളവർക്ക് ഫുള്ളായിട്ട് ഇട്ടാലും കുഴപ്പമില്ല. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 2 പീസസ് ആയിട്ടോ അല്ലെങ്കിൽ അതൊരു 4 പീസസ് ആയിട്ടോ കട്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഓയിലിപ്പോൾ നന്നായിട്ട് ചൂടായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്കായിട്ട് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഓരോന്നായിട്ട് പൊട്ടി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ല പോലെ കടുകൊന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കണം. അത് ഞാൻ ചതച്ച് വെച്ചിട്ടുള്ളതാണ്. ഓരോ സ്പൂൺ എടുത്തിട്ടുണ്ട്. ആഡ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് ആ എണ്ണയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് ഞാൻ ചേർക്കുന്നുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞത്. കൂടാതെ ഒരു വലിയ സവോള ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 3 മിനിറ്റോളം ഈ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. നമുക്ക് ബ്രൗൺ കളറാവുന്ന വരെ ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ഈ പാകത്തിലൊന്ന് കിട്ടിയാൽ മതി. ഈ പരുവത്തിലായി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കറിവേപ്പില ആഡ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റോളം എല്ലാം കൂടെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്കായിട്ട് ഞാനൊരു 2 ടൊമാറ്റോ ആഡ് ചെയ്യുന്നുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞതാണ്. പുളിയുള്ള ടൊമാറ്റോ ആഡ് ചെയ്യണമെന്ന് ഇഷ്ടമുള്ളവർക്ക് അത് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ കുറച്ച് ദശ കട്ടിയുള്ള ടൊമാറ്റോയാണ് എടുത്തിട്ടുള്ളത്. ഇതാകുമ്പോൾ ഞാൻ കുറച്ച് തിക്ക് ഗ്രേവി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. ടൊമാറ്റോയും ഓനിയനും എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഒരു മീഡിയം ഹീറ്റിൽ തന്നെ ഇതെല്ലാം മിക്സ് ചെയ്താൽ മതിയായിരിക്കും. ഈ പരുവത്തിലാകുമ്പം ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. വെന്തിട്ടുണ്ടോ നോക്കാം. ടൊമാറ്റോയൊക്കെ മെൽട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒന്നുകൂടെ എല്ലാം യോജിപ്പിച്ച് 2 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ്. അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടുമല്ലോ. സോ ഇപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഒന്ന് വഴറ്റുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ടൊമാറ്റോയൊക്കെ നല്ല മെൽട്ടായിട്ടുണ്ട്. ഓനിയനും എല്ലാം തന്നെ. ബട്ട് ബ്രൗൺ കളറിലേക്ക് വന്നിട്ടില്ല. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. മസാലയൊക്കെ ആഡ് ചെയ്യുമ്പോൾ തന്നെ അപ്പോഴും കുക്കാവുന്നതല്ലേ. അല്ലെങ്കിൽ നല്ലപോലെ ഡ്രൈ ഫ്രൈ ആയി പോകും മസാലാസ്. അപ്പോൾ അതിൻ്റെ ഈക്വൽ ടേസ്റ്റ് കിട്ടില്ല. സോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റ് കൂടെ അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി വേണം നമുക്ക് ഓരോ മസാലയായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇത്ര നേരം നമ്മൾ കുക്ക് ചെയ്തത് ആ 2-3 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതിൽ തന്നെയാണ്. കുറച്ച് വെള്ളം പോലും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. നല്ലപോലെ തന്നെ കുക്കായിട്ടുണ്ട്. ബട്ട് അത് ആ ഫ്രൈ ആയ രീതിയിലല്ല കുക്കായിട്ടുള്ളത്. ഈ രീതിയിൽ തന്നെ നമുക്ക് വേണം. നമ്മൾ ഡ്രൈ മസാലയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്കായിട്ട് നമുക്ക് ഓരോ മസാല ആഡ് ചെയ്ത് തുടങ്ങാം. ആദ്യമായിട്ട് കുറച്ച് ടർമറിക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണും മതിയായിരിക്കും. ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം ഒന്ന് മിക്സായി വരുന്ന ടൈമിൽ നമുക്കതിൽ നല്ല മിക്സായി കിട്ടണം. പച്ചമണം മാറി വന്നതിന് ശേഷം ഒരു 1/2 ടീസ്പൂണോളം ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എരിവിനായിട്ട് ഇതിനു മുമ്പ് ഒരു പച്ചമുളകും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്.
അതിൻ്റെ പച്ചമണം മാറി വരുന്ന വരെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ആ ഓയിലിൽ തന്നെ കുക്കാകുമ്പോൾ നല്ലൊരു ഫ്ലേവറും കിട്ടുന്നതാണ്. ഇപ്പോൾ ടർമറിക് പൗഡറും ആ ചില്ലി പൗഡറും ഒക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മളൊരു 2 സ്പൂണോളം ഇത് നല്ലപോലെ പൗഡർ ആക്കിയിട്ടില്ല, ഒരു ക്രഷ് ചെയ്ത രീതിയിൽ പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പെപ്പർ പൗഡർ അല്ല, കുറച്ച് ക്രഷ് ചെയ്തതാണ്. പൗഡറായിട്ട് ചേർക്കുകയാണെങ്കിൽ വേഗം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ രീതിയിലാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നതിനിടയിൽ അതിൻ്റെ ഫ്ലേവർ നല്ലപോലെ കിട്ടും, പിന്നെ ആ മസാലയിലൊക്കെ പിടിച്ച് കിട്ടും. കൂടാതെ ഇതിൽ ഞാനൊരു 3 സ്പൂണോളം കൊറിയാണ്ടർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പാനിൻ്റെ ചൂടിൽ തന്നെ കൊറിയാണ്ടർ പൗഡർ വേഗം കുക്കായി കിട്ടുന്നതാണ്. എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റോളം കുക്ക് ചെയ്ത് വേവിക്കണം. അത് കുക്ക് ചെയ്യുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്താൽ മതി. ഏകദേശം ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആകാറായിട്ടുണ്ട്. അടച്ച് വെച്ച് കുക്ക് ചെയ്യുകയാണ്. ആ മസാലയെല്ലാം പാകത്തിന് കുക്കായി കിട്ടും, എല്ലാ മസാലയും യോജിച്ച് കിട്ടുന്നതാണ്. ഇപ്പോൾ നോക്കാം എങ്ങനെയുണ്ടെന്ന്. അതിലേക്ക് ഞാൻ 1 ഗ്ലാസ് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് മസാല റെഡിയാക്കണമല്ലോ, അതിലേക്കായിട്ട് ചൂടുവെള്ളമാണ് ആഡ് ചെയ്യുന്നത്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി മസാലയെല്ലാം കുക്കായതാണ്. സോ അതിലേക്കായിട്ട് ആ വെള്ളം ആഡ് ചെയ്യുന്നത് ചൂടുവെള്ളം തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ നമ്മൾ വെജിറ്റബിൾ ആണെങ്കിലും നോൺ വെജ് ഐറ്റം ഏതാണെങ്കിലും കുക്ക് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഫ്ലേവർ അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുകയുള്ളൂ. സോ ഞാൻ ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് ഫ്ലെയിം കൂട്ടി കൊടുക്കുകയാണ്. ഇപ്പോൾ തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഗ്രേവി തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല പോലെ മസാല തിളച്ചിട്ടുണ്ട്. ഇതിലേക്കായിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഞണ്ടിൽ കുറച്ച് ഉപ്പ് ഫ്ലേവർ ഉണ്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഞാനൊരു മീഡിയം ലെവലിൽ മാത്രമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു 3/4 ടീസ്പൂൺ ഉണ്ട്. ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നല്ലപോലെ തിളച്ചില്ലേ, സോ നമ്മുടെ ഞണ്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പീസായിട്ടോ 4 പീസായിട്ടൊക്കെ കട്ട് ചെയ്തിട്ട് ഇടാം. ഞാനൊരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഫുൾ സൈസിൽ തന്നെ കുക്ക് ചെയ്യുന്നത്. പാൻ കുറച്ച് വലിപ്പമുള്ളതാണെങ്കിൽ നമുക്ക് അതേ രീതിയിൽ ചെയ്യാം. പുറത്തിട്ട് കുക്ക് ചെയ്യരുത്. എല്ലാം കറക്റ്റ് ഒരേ രീതിയിൽ തന്നെ ഇടേണ്ടതാണ്. 3 കൂടെ കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ടുണ്ട്. ഇതിൽ കുറച്ചുകൂടെ വെള്ളം ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ 1 ഗ്ലാസ് മാത്രം വെള്ളം വെച്ചിട്ടുള്ളത്. കുറച്ചുകൂടെ ഡ്രൈ ആയിട്ട് വേണമെന്നുള്ളൊരു 1/2 ഗ്ലാസോളം വെള്ളം വെച്ചാൽ മതിയായിരിക്കും. തിളച്ച് വന്ന മസാല ഇട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഞണ്ടൊക്കെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ആ മസാലയൊക്കെ നല്ലപോലെ തിളച്ച് തുടങ്ങി. ഞാൻ ആ ഞണ്ടിൻ്റെ പുറത്തേക്കായിട്ട് ആ മസാലയൊക്കെ കുറച്ച് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് വെച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 7 to 8 മിനിറ്റ്സോളം നല്ലപോലെ കുക്ക് ചെയ്തെടുക്കണം. ബട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടല്ല ഞാൻ കുക്ക് ചെയ്യുന്നത്, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ്. ബിക്കോസ് ആ നമ്മുടെ മസാലയിൽ ഒഴിച്ചിട്ടുള്ള വെള്ളം എല്ലാം തിളച്ചതാണ്, മസാലാസ് എല്ലാം കുക്കായതാണ്. സോ എനിക്ക് ഈ ഞണ്ട് മാത്രമല്ലേ ഇനി കുക്കാവാനുള്ളൂ. സോ ആ ടൈം മാത്രമാണ് 7 to 8 മിനിറ്റ്സോളം നമ്മൾ അടച്ച് വെച്ചിട്ട് ആവിയിൽ തന്നെ നല്ലപോലെ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 5 minutes 6 minutes ആയിട്ടുണ്ട്. നല്ലപോലെ ഇപ്പോൾ തന്നെ തിളച്ച് തുടങ്ങിയത് നമുക്ക് കാണാവുന്നതാണ്. ഞണ്ടിലും കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ കാണും. സോ നമ്മൾ അതിലേക്ക് 1 ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1/4 ഗ്ലാസോളം വെള്ളം കൂടുതൽ തന്നെ കാണും ഇപ്പോഴ് ഞണ്ടിട്ട് കഴിയുമ്പം. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 8 minutes ആയിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കാം. നോക്കൂ, അതിൽ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് മസാലയൊക്കെ ഞണ്ടിൽ നല്ലപോലെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഞണ്ടൊന്ന് ചെറുതായിട്ട് തിരിച്ചിട്ട് നോക്കട്ടെ.
അതിൻ്റെ 2 സൈഡും തിരിച്ചും മറിച്ചിട്ട് കുക്ക് ചെയ്യേണ്ടതാണ്. നോക്കുക, അതിൻ്റെ കാലിലൊക്കെ കളറൊക്കെ മാറിയിട്ടുണ്ട്. 1 സൈഡ് നല്ലപോലെ കുക്കായിട്ടുണ്ട്. 2 സൈഡും കുക്കായിട്ടുള്ളതാണ്. എന്നാലും ഒന്നുകൂടെ ഞാൻ തിരിച്ചിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് 2 സൈഡും എല്ലാ ഞണ്ടിൻ്റെയും പോർഷൻസ് ഓരോ പേല തിരിച്ചിട്ട് കൊടുക്കുകയാണ്. മസാലയൊക്കെ നല്ല സ്മെല്ല് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതിന് മീതെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ആവിയിൽ വെന്തിട്ടുള്ള കറിവേപ്പിലയുടെ സ്മെല്ലും കൂടെ കിട്ടുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമുക്ക്, ഞണ്ടിൻ്റെ സ്മെല്ലും എല്ലാം ആകുമ്പോൾ. സോ അതുകൊണ്ടാണ് അതും കൂടെ ആഡ് ചെയ്തത്. ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 5 മിനിറ്റ്സോളം നല്ലപോലെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ ആ വെള്ളം കുറച്ച് കൂടുതലാണെന്ന് തോന്നാറുണ്ട്. ഇല്ല, ആ ഞണ്ട് കിടക്കുന്നതുകൊണ്ടാണ് അത്രയും തോന്നുന്നത്. ഇപ്പം ഒരു 1/2 ഗ്ലാസ് വെള്ളം പോലും അതിലില്ല. ഒന്നുകൂടി ഞാനൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളമെല്ലാം വറ്റി കിട്ടുന്നതാണ്. ഇപ്പോൾ കാണുമ്പോൾ ആ ഞണ്ട് കിടക്കുന്നത് കൊണ്ടാണ് ആ വെള്ളം മേളിൽ കാണുന്നത്. ഡ്രൈ മസാല തന്നെയാണ്. നമുക്ക് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ആ പെപ്പറിൻ്റെയൊക്കെ ഫ്ലേവർ നല്ല പോലെ വരുന്നുണ്ട്. വീട്ടിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്, ഹെൽത്തിയുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.